നമസ്കാരം. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം. എന്നാൽ ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പുറമേ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് അനുകൂലമാണോ? ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ ഇടയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് എതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ചും കോൺഗ്രസിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും സ്ത്രീ വിരുദ്ധ നിലപാടുകളെ കുറിച്ചുമാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീ വിരുദ്ധതയുടെയും തടസ്സവാദങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെയാണ്. വനിതാ സംവരണ ബില്ലിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കോൺഗ്രസ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ അവർ ഭരണത്തിലിരുന്ന കാലത്ത് ഈ ബില്ല് പാസാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. രാജീവ് ഗാന്ധിയുടെ കാലം മുതൽക്കേ വനിതാ സംവരണം ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ദശാബ്ദങ്ങളോളം രാജ്യം ഭരിച്ചിട്ടും കോൺഗ്രസിന് ഇത് നിയമമാക്കാൻ കഴിഞ്ഞില്ല. UPA ഭരണകാലത്ത് ബിൽ അവതരിപ്പിച്ചപ്പോൾ സ്വന്തം സഖ്യകക്ഷികളായ RJD, SP എന്നിവർ ബില്ലിനെ നഖശിഖാന്തം എതിർത്തു. സഭയിൽ ബില്ല് വലിച്ചു കീറുന്ന സാഹചര്യം വരെ അന്നുണ്ടായി. അന്ന് സഖ്യം നിലനിർത്താൻ വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങളെ കോൺഗ്രസ് ബലി കഴിപ്പിച്ചു. അധികാരമില്ലാത്തപ്പോൾ മാത്രം സ്ത്രീപക്ഷവാദം ഉയർത്തുകയും അധികാരത്തിൽ ഇരിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി അത് മാറ്റിവെക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇന്ന് നാം കാണുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളുടെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ അവരുടെ സ്ത്രീ വിരുദ്ധ മനോഭാവം നമുക്ക് വ്യക്തമാകും. ലിപ്സ്റ്റിക് ഇട്ടവർ, മുടി മുറിച്ചവർ എന്നിങ്ങനെ വനിതാ സംവരണ ബില്ലിനെ പരിഹസിച്ചത് ഇതേ മുന്നണിയിലെ നേതാക്കളാണ്. സ്ത്രീകളുടെ ബാഹ്യമായ രൂപത്തെ കളിയാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളെ നിഷേധിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യ മുന്നണി പങ്കാളികൾ പലപ്പോഴും സ്ത്രീകളെ വീടിനുള്ളിൽ ഒതുക്കേണ്ടവരായിട്ടാണ് കാണുന്നത്. നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീകൾ വരുന്നത് തങ്ങളുടെ കുത്തക തകരുമെന്ന് അവർ ഭയപ്പെടുന്നു. 7 പതിറ്റാണ്ടിലേറെ കോൺഗ്രസുകാർ നീട്ടിവെച്ചതും പൂഴ്ത്തിവെച്ചതുമായതെല്ലാം നടപ്പാക്കിയതാണ് മോദി സർക്കാരിന്റെ പേരിനും പെരുമയ്ക്കും കാരണമെന്ന് ഇനിയും അറിയാത്തത് സോണിയയും മക്കളും മാത്രമാണ്. നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വനിതാ സംവരണ ഭേദഗതി നിയമവും ഇനിയും നീട്ടിവെക്കണമെന്നാണ് സോണിയ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിക്കാരുടെയും ആവശ്യം. ഇങ്ങനെ നീട്ടിവെച്ചാണ് 70 കൊല്ലം ഈ രാജ്യത്തെ അവർ പരുവമാക്കിയത്. തുല്യനീതിയുടെയും ജനക്ഷേമത്തിന്റെയും കാര്യങ്ങളിൽ മാത്രമല്ല, രാജ്യപുരോഗതിയുടെയും ദേശീയ ഐക്യത്തിന്റെയും കാര്യങ്ങളിൽ വരെ അവർ വെള്ളം ചേർത്തു. ആർട്ടിക്കിൾ 370 അനാദികാലത്തേക്കുള്ളതാണെന്ന് പ്രഖ്യാപിച്ചു. വടക്കു കിഴക്കൻ അതിർത്തിയിൽ റോഡും പാലവും വരുന്നത് പ്രതിരോധത്തെ ദുർബലമാക്കുമെന്ന പൊട്ട ന്യായം പറഞ്ഞു. ഭീകരരോടും മാവോയിസ്റ്റ് തീവ്രവാദികളോടും പരുക്കനല്ലാത്ത നയം സ്വീകരിച്ചു. രാജ്യത്തെ ലോകബാങ്കിൽ പണയം വെച്ചു. ഏകീകൃത സിവിൽ കോഡ് നിയമം തൊടാൻ അറച്ചു. വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരം നൽകി. അഴിമതിക്ക് വെള്ളവും വളവും നൽകി. പിന്നാക്കക്കാരെ പിന്നാക്കം തള്ളി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് നാളുകൾ തള്ളി നീക്കി. ഞങ്ങളല്ലാതെ പിന്നെ ആര് എന്ന മട്ടിൽ രാജ്യത്തെ കട്ടുമുടിച്ചു. ലോകമെങ്ങും യാചക വേഷത്തിൽ ഈ രാജ്യത്ത് നിർത്തി. ആകാശത്തും ഭൂമിയിലും മാത്രമല്ല, ഖനികൾ തുറന്നാൽ അവിടെയും അഴിമതി വാണു. അവിടേക്കാണ് വളർച്ചയുടെയും സ്വാഭിമാനത്തിന്റെയും പ്രഖ്യാപനവുമായി ഒരു സർക്കാർ പടിപടിയായി നയവും നിലപാടുകളും പ്രഖ്യാപിച്ച് മുന്നേറുന്നത്. 2023 പാർലമെന്റിൽ അംഗീകരിച്ച നാരി ശക്തി വന്ദൻ അധിനിയത്തിലൂടെ എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് തുടർന്നു വന്ന നിലപാടുകളുടെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് മോദി സർക്കാർ ചരിത്രം തിരുത്തുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പോടെ 33% സ്ത്രീകൾ ലോക്സഭയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണത്. നേരവും കാലവും ശരിയല്ലെന്ന മുടന്തൻ വാദമുയർത്തി കോൺഗ്രസ് ഇതിനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. ലക്ഷണമൊത്ത സ്ത്രീ വിരുദ്ധ പാർട്ടിയായി പണ്ടേ മാറിയതാണ് കോൺഗ്രസ്. ഇപ്പോൾ അതൊന്നുകൂടി പ്രകടമായെന്ന് മാത്രം. വിഷുവിന്റെ പിറ്റേന്ന് മുതൽ വനിതാ സംവരണ ഭേദഗതി ബില്ല് പാർലമെന്റ് ചർച്ച ചെയ്യും. കോൺഗ്രസ് അടക്കം എല്ലാ പാർട്ടികളോടും ബില്ല് നടപ്പാക്കാനുള്ള പിന്തുണ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ വാക്കാലും രേഖാമൂലവും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇരുട്ടിലാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമത്രേ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എടുക്കുന്ന നിലപാട് ഇപ്പോൾ പറയാനുള്ള തന്റെ ഇടം അവർക്കില്ലതാനും. ആദ്യം സെൻസസ്, പിന്നെ മണ്ഡല പുനർനിർണയം എന്നൊക്കെയാണ് സോണിയയും ഖാർഗെയും വാശി പിടിക്കുന്നത്. ലോക്സഭയിൽ നിയമസഭകളിൽ കൂടുതൽ സ്ത്രീകൾ വന്നാൽ ആർക്കാണ് പ്രശ്നം? ആരെയാണ് ഇവർ ഭയക്കുന്നത്?
50% എന്ന തുല്യനീതിയിലേക്കുള്ള യാത്രയുടെ ചുവടുവെപ്പ് ആരെയാണ് പൊള്ളിക്കുക എന്ന് രാജ്യത്തെ മത സാമുദായിക നേതൃത്വങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് പണ്ടേ വ്യക്തമാണ്. എന്തുമേതും രാഷ്ട്രീയ കളിയുടെയും വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെയും ഭാഗമായി കാണുന്നവർക്ക് ഭയപ്പാട് സ്വാഭാവികമാണ്. എന്നാൽ മോദി സർക്കാരിന് വനിതാ സംവരണ ഭേദഗതി നിയമം എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനുള്ള വഴിയല്ലെന്ന് നാളിതുവരെ കൈക്കൊണ്ട സ്ത്രീ ശാക്തീകരണ നിലപാടുകളിൽ നിന്ന് വ്യക്തമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ PM മാതൃവന്ദന യോജന വരെ, PM ഉജ്ജ്വല യോജന മുതൽ ലാഖ്പതി ദീദി വരെ, സുകന്യ സമൃദ്ധി മുതൽ മിഷൻ ഇന്ദ്രധനുസ് വരെ, ട്രേഡ് മുതൽ സ്റ്റെപ്പ് വരെ, മഹിളാ ഇ ഹാത്ത് മുതൽ മഹിളാ ശക്തി കേന്ദ്രങ്ങൾ വരെ സ്ത്രീ ജീവിതത്തെ സുരക്ഷിതവും സ്വാശ്രയപൂർണവുമാക്കാൻ മോദി സർക്കാർ നടപ്പാക്കിയത് നിരവധി പദ്ധതികളാണ്. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ നൽകുന്നത് മുതൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചരിത്രത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത് വരെയുള്ള നിർണായകമായ നിലപാടുകൾ കൈക്കൊണ്ടത് മോദി സർക്കാരാണ്. മുത്തലാഖ് നിരോധിച്ച് ഒരു വലിയ വിഭാഗം സ്ത്രീകളെ ആത്മാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ലോകത്തേക്ക് ഉയർത്തിയത് മോദി സർക്കാരാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അമ്മ പെങ്ങന്മാരുടെ സീമന്ത തിലകത്തിലെ മാനം കാത്തത് മോദി സർക്കാരാണ്. ഡ്രോൺ ദീദിയിലൂടെ പാടശേഖരങ്ങളിൽ സമൃദ്ധിയുടെ കാലം വിരിയിക്കാൻ സ്ത്രീ സമൂഹത്തിന് തുണനിന്നത് മോദി സർക്കാരാണ്. രാജ്യത്തിന്റെ പ്രൗഢി ലോകത്തോട് വിളംബരം ചെയ്യുന്ന സൈനിക പരേഡുകൾക്ക് നേതൃത്വം നൽകാൻ വനിതകളെ നിയോഗിച്ചത് മോദി സർക്കാരാണ്. യുദ്ധമുന്നണി മുതൽ ചന്ദ്രയാൻ വരെ എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയത് മോദി സർക്കാരാണ്. അതേ സർക്കാരാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക് സ്ത്രീകൾ തുല്യ പങ്കാളിത്തത്തോടെ കടന്നു വരണമെന്ന് പ്രഖ്യാപിക്കുന്നതും. പാർട്ടിക്കുള്ളിൽ ഒപ്പം പ്രവർത്തിക്കുന്ന സ്ത്രീകളോട് പോലും നീതി പുലർത്താത്തവർക്ക് സ്വാഭാവികമായും അത് സഹിക്കാനാകില്ല. അവർ ഓരിയിട്ടും ബഹളം വെച്ചും അതിനെതിരെ കള്ളക്കഥകളുമായി പൊതുമധ്യത്തിൽ ഇറങ്ങും. അവരുടെ ഗ്യാരണ്ടികളിൽ ഇന്ദിര മുതൽ സോണിയയും പ്രിയങ്കയും വരെയുള്ള സ്ത്രീകളെ ഉള്ളൂ. സ്ത്രീ ശാക്തീകരണം എന്നത് വെറും പ്രസംഗമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടതാണ്. നരേന്ദ്രമോദി സർക്കാർ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. എന്നാൽ ഇന്ത്യ മുന്നണി ഇപ്പോഴും പഴയ ചിന്താഗതിയിൽ ഉടക്കി നിൽക്കുകയാണ്. സ്ത്രീകളുടെ അന്തസ്സും അവകാശവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമല്ലാത്ത ഒരു മുന്നണിക്ക് രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എങ്ങനെ കഴിയും? ഇന്ത്യ മുന്നണിയുടെ പൊള്ളത്തരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.